ഇന്നൊരു കുഞ്ഞി ലോങ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വന്നിട്ട് ആലപ്പുഴയിൽ നിന്ന് തിരിച്ച് കണ്ണൂരേക്ക് തന്നെ പോക്കാനേ ഒരു 4-ാം തീയതി ഒക്കെ പോവാന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോകുന്നതിന് മുന്നേ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താക്കി, ഒരു എഗ് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞ് 3 മുട്ടയോ ഫ്രൈ ചെയ്തെടുത്തിട്ട് എഗ് റൈസ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതായത് ഞാൻ ഫസ്റ്റ് മസാല ഒക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ തന്നെ റൈസ് ഇട്ട് നന്നാക്കി മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും വീടിന് പോക്കല്ലേ, അപ്പോൾ വീട്ടിലത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെക്കാം, അത് നമുക്കൊരു മെമ്മറി പോലെ ആവും എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഞാൻ അത്ര വലിയ കുക്കൊന്നും ഇല്ലെങ്കിലും ഞാൻ എന്ത് സാധനം ഉണ്ടാക്കി കൊടുത്താലും എൻ്റെ ഹസ്ബൻഡും മോളും ഒന്നും കുറ്റമൊന്നും പറയില്ല, നിന്റെ ഒരു ധൈര്യം. എന്നിട്ടാകുമ്പം ആണെങ്കിൽ കുറച്ച് ഡ്രസ്സ് മാത്രം പാക്ക് ചെയ്തത്. ഇത് ഡ്രസ്സിൻ്റെതും, ഇത് വന്നിട്ട് കുറച്ച് പാത്രം, പിന്നെ മോളെ കളിപ്പാട്ടം, അങ്ങനത്തെ ഒക്കെ സാധനം കേട്ടോ. ഇനി ഒരു ബോക്സും കൂടെ കിട്ടിയെങ്കിൽ ഫുള്ളായിട്ട് പാക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇന്ന് വന്നിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിന് 10K ആയൊരു ദിവസമായിരുന്നു. എൻ്റെ മെയിൻ യൂട്യൂബ് ചാനൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് പായസം വെക്കാന്ന്. അപ്പം എന്താ പാലടി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് നമ്മളില്ല. ഞാനാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പാത്രവും കഴുകി വൃത്തിയാക്കി പെട്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഒരു കുക്കർ ഉണ്ടായിരുന്നു. സോ കുക്കർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ കുക്കറിലാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് പാലടി ഉണ്ടാക്കിയിട്ടുണ്ടായത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നാളിന് ശേഷം ഞാനൊരു ഗ്ലാസ് പാലട കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ പായസം കുടിച്ച് വൈകുന്നേരമല്ല ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എന്താക്കി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ഒരു കിടിലൻ പാർക്ക് ഉണ്ട്. പാർക്ക് എന്ന് വെച്ചാൽ വൈകുന്നേരമൊക്കെ നമുക്ക് അവിടെ പോയിരിക്കാൻ നല്ല രസമായിരിക്കും. റോഡ് സൈഡിന് 2 സൈഡിലും ഇങ്ങനെ ഇരിക്കുന്ന സെറ്റപ്പും കാര്യങ്ങളും കുറച്ച് കടയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആടത്തേക്കേനും പോയിട്ടുണ്ടായത്. സാധാരണ പോലെ അല്ലേനും ഇന്ന് നല്ല തിരക്കുണ്ടായനെ. മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒന്നും ഇരിക്കാൻ വരാൻ സ്ഥലം ഉണ്ടായില്ല. പിന്നെ നമ്മൾ അതിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ അവിടെ തന്നെ പോയി അവിടെ ഒരു ബെഞ്ചിൽ കുറേ നേരം ഇരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഞാനും മോളും കൂടെ എന്താക്കി, ലേസ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കട ഉണ്ടായിട്ട് ഒരു ചെറിയ പീടിയേനും. അപ്പം എന്താ അങ്ങോട്ട് പോയി ആടുന്ന് ഞാൻ എന്താ ഈ ഒരു ചിക്കൻ 65 എന്ന് പറഞ്ഞിട്ടില്ല ഈ ഒരു സാധനം വാങ്ങിയത്. ഫസ്റ്റ് ടൈം വന്നിട്ട് ഇത് വാങ്ങുന്നത്. അപ്പൊ അടുത്ത ചേച്ചി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര എരിവാണെന്നാണ്. പക്ഷെങ്കിൽ ഇതിന് എരിവൊന്നും ഉണ്ടായില്ല. ഒരു എന്താ പറയാ, പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. പക്ഷെ ലാസ്റ്റ് അതിന്റെ അവിടെ ഒരു പൊടി പോലെ ഉണ്ടായിരുന്നു. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് നന്നായിട്ട് ഒരു ചെറിയൊരു എരിവിന്റെ ഒരു ഫ്ലേവർ പോലെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു പ്ലേറ്റ് ബജിയും വാങ്ങി കഴിച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന് നേരെ വീട്ടിൽ പോയി. അപ്പൊ എത്രേ ഉള്ളൂ, എന്നാ പിന്നെ നടക്കണം.